ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ നേരത്തെ മരിച്ചതാണ്. പിന്നെയുള്ള രണ്ട് ആൺമക്കളിൽ ഇളയവനായ രാജശേഖരൻ അച്ഛനൊപ്പം പൂജകളിൽ പങ്കാളിയായി. രക്താതിസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയാണ് ഗോപൻ സ്വാമി തുടർന്നത്. ഏതാനും മാസങ്ങളായി ഗോപൻ സ്വാമി പുറത്തിറങ്ങാനാവാത്ത രീതിയിൽ കിടപ്പിലായിരുന്നു. സമാധിയാകുന്നതിന് 3 ദിവസം മുൻപ് ചികിത്സയ്ക്കായി ആശുപത്രിയിലും പോയിരുന്നു. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്നാണ് മക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ചൊവ്വാഴ്ച രാവിലെ 10:30 അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിലിരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു. അച്ഛൻ സ്വയം നടന്നുവന്ന സമാധി പീഠത്തിലിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെ സ്വയം നടന്നുവന്ന് സമാധി പീഠത്തിലിരിക്കുന്നുവെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ജീവനോടെയാണോ അതോ മരണശേഷം ഗോപൻ സ്വാമിയെ സമാധി പീഠത്തിൽ അടക്കിയതാണോ എന്നതിലും സംശയം ഉന്നയിക്കുന്നവരുണ്ട്. ഗോപൻ സ്വാമിക്ക് ഭാര്യയും 3 മക്കളുമാണുള്ളത്. ഇതിൽ ഒരു മകനാണ് നേരത്തെ മരിച്ചത്. ക്ഷേത്ര സ്ഥാപകനും പൂജാരിയുമായ ഗോപൻ സ്വാമി നേരത്തെ ചുമട്ടുതൊഴിലാളിയായിരുന്നു എന്ന് അയൽക്കാർ പറഞ്ഞു. ആത്മീയതയുടെ വഴിയിലായതോടെയാണ് ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയത്. ഗോപൻ സ്വാമി സമാധിയിരിക്കാനായി 5 വർഷം മുൻപാണ് പത്മപീഠം നിർമ്മിച്ചത്. നേരത്തെ വീടിന് സമീപത്തെ ക്ഷേത്രത്തിലേക്ക് ആളുകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഏതാനും നാളുകളായി ക്ഷേത്രം അടച്ചിട്ട നിലയിലായിരുന്നു. അതേസമയം കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് കല്ലറ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറിയിരുന്നു. ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിന് കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിൽ തടസ്സമില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വലിയ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. കല്ലറ തുറന്ന് പരിശോധിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു ഗോപൻ സ്വാമിയുടെ കുടുംബം. അതേസമയം അച്ഛൻ്റേത് മരണമല്ല സമാധിയെന്ന് ആവർത്തിക്കുകയാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ. മരണ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉയർത്തിയ ചോദ്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് മാധ്യമങ്ങളോട് സനന്ദന്റെ മറുപടി. മരണപ്പെട്ടുവെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖയുണ്ടോ എന്ന ചോദ്യത്തിന് ഫോട്ടോ വീഡിയോ ഒന്നുമില്ലെന്നും സമാധിക്ക് സമീപം സ്കാനർ വെച്ച് മനുഷ്യ ശരീരം സാന്നിധ്യം കണ്ടെത്തിക്കൂടെ എന്നായിരുന്നു മകന്റെ മറുചോദ്യം. കോടതിയെ മാനിക്കുന്നു, പക്ഷേ ഈ ഘട്ടത്തിൽ കോടതി നിലപാട് അംഗീകരിക്കാനാകില്ല. സമാധിയായതിന്റെ പടങ്ങൾ എടുത്തുവച്ചിട്ടില്ല. സമാധിയാകുന്ന ദിവസം മക്കൾ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കൾ നിറവേറ്റിയതാണെന്നും സനന്ദൻ പറഞ്ഞിരുന്നു. എന്തായാലും സമാധി ഉടൻ തന്നെ പൊളിക്കും. വൻ പോലീസ് സന്നാഹം തന്നെയാണ് അവിടെയുള്ളത്. ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരടക്കമുള്ളവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്.